സിജോയ്ക്ക് ഒരു റീ എൻട്രി ഉണ്ടാവുമോ? പുതിയ വഴക്കാടുകൾ ആരൊക്കെയായിരിക്കും? നോക്കാം. അതിനുള്ള വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബേബി സീസൺ 6 ഇപ്പോൾ ഒരു 14 പേരുമായിട്ട് ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനിവാര്യമായിട്ട് ഇപ്പോൾ ഒരു വഴക്കാടിൻ്റെ എൻട്രി ആവശ്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നതിൽ ഒരു BB മെറ്റീരിയൽ അപ്സര, ജിൻഡോ, ജാസ്മിൻ അവരെയാണ് എനിക്ക് പേഴ്സണലി ഒരു ഇതായിട്ട് തോന്നുന്നത്. നല്ല കണ്ടസ്റ്റൻസ് ആണെന്ന് തോന്നുന്നത്. ജാസ്മിൻ പൊളിയാണ്. ജാസ്മിനെ ഗബ്രിയെ വിട്ട് കളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ജാസ്മിന് മുന്നോട്ട് വരാൻ കഴിയും. ജിൻഡോ ഓഫ് കോഴ്സ് നല്ലതാണ്, ഗെയിംസ് ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അയാളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ജിൻഡോ പവർ ടീമിൽ വന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ നല്ലൊരു ഗെയിമർ തന്നെ നമുക്ക് വിളിക്കാം. കാരണം സ്വന്തം കഠിനാധ്വാനത്തിലൂടെയാണ് അയാൾ ആ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിമറാണ് ജിൻഡോ നമുക്ക് പറയാൻ പറ്റുക. അപ്സര നിലപാടുകൾ നല്ല രീതിയിൽ തന്നെ തുറന്നു പറയുന്നുണ്ട്. ആരുടെയും മുഖത്ത് നോക്കാതെ ആരെയും പ്രീതിപ്പെടുത്താനൊന്നും ശ്രമിക്കാതെ തന്നെ തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് അപ്സര. അതുകൊണ്ട് അപ്സരയും നല്ലൊരു ഗെയിമർ തന്നെ. ഇവരെയൊക്കെ ഒന്ന് കടത്തി വെട്ടാൻ, അപ്പം അല്ലെങ്കിൽ ഇവർ ഇനി ഒളിഞ്ഞിരിക്കുന്ന പ്ലെയേഴ്സിനെയൊക്കെ പുറത്ത് കൊണ്ടുവരാൻ ഒരു വൈൽഡ് കാർഡ് നല്ലതാണ്. 1 2 അതിലധികമോ വൈൽഡ് കാർഡുകൾ വരണമെന്നും ആ വൈൽഡ് കാർഡുകളൊക്കെ പവർ റൂമിൽ വരണമെന്നും അവരിൽ നിന്നും ഗെയിം മുന്നോട്ട് പോകണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അങ്ങനെ വൈൽഡ് കാർഡുകൾ വന്ന് പവർ ടീമിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ആകെ മൊത്തത്തിൽ ഗെയിംസിന് നല്ലൊരു മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്. ഒളിഞ്ഞിരിക്കുന്ന ഗെയിംസിനെയൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവരാൻ നന്നായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി സിജോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു റീ എൻട്രി ഇല്ലെങ്കിൽ ഇനി വരുന്നൊരു വൈൽഡ് കാർഡ് നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ ആ വൈൽഡ് കാർഡിന് കപ്പെടുക്കാനും സാധ്യത വളരെയേറെ അധികമാണ്. പിന്നെ സിജോയുടെ റീ എൻട്രി ഒരിക്കലും ബിഗ് ബോസോ ലാലേട്ടനോ ഒന്നും ഒരിക്കലും കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല സിജോ പുറത്തേക്ക് പോവുകയാണെന്ന്. സിജോയ്ക്ക് റെസ്റ്റ് വേണം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 60ാമത്തെ എപ്പിസോഡ് അല്ല ഒരു 50ാമത്തെ എപ്പിസോഡിലേക്ക് സിജോയ്ക്ക് ഒരു റീ എൻട്രി ചിലപ്പോൾ കൊടുക്കാം. അതിനൊരു നമുക്ക് കൊടുക്കത്തില്ല എന്നൊന്നും തീർത്ത് പറയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ സിജോയ്ക്ക് വിന്നർ ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. റീ എൻട്രി വന്നു കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ഗെയിമേഴ്സിൻ്റെ കൂടെ നിന്ന് സിജോയ്ക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ വരുന്ന വൈൽഡ് കാർഡ് സിജോയ്ക്ക് അനുകൂലമാണെങ്കിലോ നന്നായിട്ട് ഗെയിം കളിച്ച് സിജോയ്ക്ക് ഒരു കപ്പ് കൊണ്ടുപോകാൻ വളരെയധികം സാധ്യത കൂടുതലാണ് ഇവിടെ. BB6 ഇനി സിജോയാണോ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് ഒട്ടും പറയാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. നമുക്ക് അങ്ങനെ ഒരു ട്വിസ്റ്റൊക്കെ പ്രതീക്ഷിക്കാം. ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് അൺപ്രെഡിക്റ്റബിൾ ആണ്. നിറയെ ട്വിസ്റ്റുകൾ അടങ്ങിയ ഒരു അൺപ്രെഡിക്റ്റഡ് ഷോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദിവസങ്ങൾ കൂടിപ്പോയാൽ അധികം ഒന്നും ആയിട്ടില്ല. ഒരു 50ാമത്തെ എപ്പിസോഡൊക്കെ മതി. ഒരു വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഒരു 50ാമത്തെ എപ്പിസോഡ് സിജോ കയറിയാലും മതി. ചിലപ്പോൾ ട്വിസ്റ്റ് പ്രതീക്ഷിക്കാം. ഏതായാലും നമുക്ക് നോക്കി കാണാം സിജോയുടെ റീ എൻട്രി ഉണ്ടാവുമോ, വൈൽഡ് കാർഡുകൾ ആരൊക്കെയായിരിക്കും, എങ്ങനെയായിരിക്കും ഗെയിമുകൾ മുന്നോട്ട് പോകുക എന്നൊക്കെ നമുക്ക് നോക്കി തന്നെ കാണാം. ഏതായാലും സിജോ വളരെയധികം ആഗ്രഹിച്ച് എല്ലാവരും മോഹിച്ചെത്തിയ ഒരു ഷോയാണിത്. എല്ലാവരുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ പോകേണ്ടി വന്നപ്പോൾ വളരെയധികം സങ്കടം തോന്നിയിട്ടുണ്ട്. ഏതായാലും സിജോയ്ക്ക് തിരിച്ച് വരാൻ അങ്ങനെയെങ്കിൽ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഏതായാലും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ ബൈ.